സ്വന്തം പ്രാണൻ നൽകി മറ്റൊരു ജീവൻ രക്ഷിച്ച രാജേഷിനെ അവസാനമായി കാണുവാനെത്തിയത് ആയിരങ്ങൾ. ജീവൻ പോകുന്നതുവരെയും മറ്റുള്ളവർക്ക് ആശ്രയമായിരുന്നു രാജേഷ്. കണ്ണൂർ ചെറുപുഴയിൽ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ജീവൻ വെടിഞ്ഞ രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം നേമം കല്ലിയൂർ സ്വദേശി രാജേഷിൻ്റെ അന്ത്യയാത്ര ഹൃദയഭേദകമായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ലൈഫ് ജാക്കറ്റ് മറ്റൊരാൾ കൂരി നൽകിയായിരുന്നു രാജേഷ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. മലയാളികളുടെ മനസ്സിൽ എന്നുമുണ്ടാകും ഈ ധീരനായ രക്ഷാപ്രവർത്തകൻ. നേമം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള വീട്ടിൽ രാജേഷ്. കർണാടക വനത്തിനിടയിൽ കൃഷിയിടത്തിൽ കുടുങ്ങിയ ബെന്നിയെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിനിടെയാണ് 36-കാരനായ രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. വനത്തിൽ ഉരുൾപൊട്ടിയതറിഞ്ഞ ബെന്നി കൃഷിയിടത്തിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ വെള്ളം കുത്തൊഴുക്കിനൊപ്പം ഉയർന്നപ്പോൾ തെങ്ങിൽ പിടിച്ചു നിന്ന ബെന്നിയെ രാജേഷും മറ്റ് 2 പേരും എത്തിയാണ് വടം കെട്ടി കരയ്ക്കെത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത്. ബെന്നിയെ മുന്നിലാക്കി രാജേഷ് കയറിൽ തൂങ്ങി വരുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെട്ടത്. സാഹസികത ഇഷ്ടമുള്ള രാജേഷ് ഏത് ദുരന്തമുഖത്തും എപ്പോഴും ഓടിയെത്തുന്നയാളാണ്. അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റിയിൽ അംഗവുമാണ് രാജേഷ്. 1 മാസം മുൻപാണ് കണ്ണൂരിലേക്ക് പരിശീലകനായി എത്തിയത്. ത്രോബോൾ ദേശീയ ടീം അംഗം കൂടിയാണ്. കഴിഞ്ഞ പ്രളയകാലത്തും വയനാട് ദുരന്തത്തിലും രാജേഷ് രക്ഷാപ്രവർത്തനത്തിൽ മുന്നിലായിരുന്നു. സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും മറ്റൊരാളെ രക്ഷിക്കുന്നതിലായിരുന്നു രാജേഷ് മുൻതൂക്കം നൽകിയത്. രാജേഷിനെക്കുറിച്ച് സുഹൃത്തുക്കൾക്ക് പറയുവാനും 100 നാവാണ്. സാഹസികതയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു രാജേഷിന്. എവിടെ ദുരന്തമുണ്ടായാലും മുന്നും പിന്നും നോക്കാതെ ഓടിയെത്തുന്ന സ്വഭാവക്കാരനായിരുന്നു രാജേഷ്. 61-കാരനായ ബെന്നിയെ സ്വന്തം ലൈഫ് ജാക്കറ്റ് നൽകി ജീവൻ രക്ഷിച്ച ശേഷമാണ് 36-കാരനായ രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. റാപ്പലിംഗ് ഇൻസ്ട്രക്ടറായ രാജേഷ് തിരുവനന്തപുരം കല്ലിയൂരിലാണ് താമസം. എവിടെ ദുരന്തമുണ്ടായാലും ഓടിയെത്തുന്ന പ്രകൃതക്കാരനാണ് രാജേഷ് എന്നായിരുന്നു നാട്ടുകാർ ഓർക്കുന്നത്. രാജേഷിനെക്കുറിച്ച് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പറയുവാൻ 100 നാവാണ്. അഡ്വഞ്ചർ ടൂറിസം സംരംഭകർക്ക് ക്ലാസ് എടുക്കുന്ന രാജേഷ് നീന്തലിലും വിദഗ്ധനായിരുന്നു. പ്രതിസന്ധികളിൽ സഹജീവികൾക്ക് താങ്ങാവാറുള്ള രാജേഷിനെ ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് നീന്തിയെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബവും നാട്ടുകാരും. എന്നാൽ സ്വന്തം ജീവൻ നൽകിയായിരുന്നു മറ്റൊരാളെ രാജേഷ് രക്ഷിച്ചത്. നാടിൻ്റെ നാനാതുറകളിൽ നിന്നും രാജേഷിനെ അവസാനമായി ഒരു നോക്കു കാണുവാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്.